हाय, वेलकम टू एवी प्लेनेट। नमस्ते। आज हम एक छोटी सी कहानी सुनेंगे। कहानियां सुनना सबको पसंद है ना? कहानियों से हमें नए शब्द और नए विचार को सीखेंगे। मैं एक कहानी सुनाने जा रही हूँ। ध्यान से सुनिए, फिर हम उस बात पर बात करेंगे। चलिए कहानी शुरू करते हैं। So we continue our class with a small story. You all know that നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. The Lion and the Mouse and സ്റ്റോറിന്റെ നെയിം सिंह और चूहा। एक दिन एक सिंह जंगल में सो रहा था। एक सिंह ജംഗൽ में सो रहा था। ഒരു ദിവസം ഒരു ലയണ് അവിടെ എന്താക്കായിരുന്നു? ഉറങ്ങുക. സോ रहा था. Okay. When the lion was sleeping in the jungle, अचानक പെട്ടെന്ന് एक छोटा चूहा उसके ऊपर चढ़ने लगा. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരു ചെറിയൊരു റാറ്റാണ്. ചൂഹ അതിന് മുകളിൽ കയറി. ആരെ മുകളിൽ കയറി? ലയന്റെ മുകളിൽ കയറി. Suddenly a small mouse started climbing on him. സിംഗ് ജാഗ് ഗയ. ജാഗ്ന ഒന്ന് ഉറക്കത്തിൽ നെട്ടിണിക്കൂലേ, അതാണ് ജാഗ്. Okay. उसने चूहे को पकड़ लिया. എന്നിട്ട് നെട്ടി കൊണ്ട് ആരെ പിടിച്ചു? നമ്മളെ ചൂഹനെ പിടിച്ചു. ലയൺ പിടിച്ചു. The lion woke up and caught the mouse. सिंह ने गुस्से से कहा. ദേഷ്യത്തോട് സിംഹ പറഞ്ഞു, मैं तुम्हें खा जाऊंगा. ഞാൻ നിന്നെ കഴിക്കും. The lion angrily said. ദേഷ്യത്തോടെ പറഞ്ഞു, I will eat you. ഞാൻ നിന്നെ കഴിച്ചു കളയും. चूहे ने डर गया. चूहा പേടിച്ചു പോയി. मुझे छोड़ दो. എന്നെ വിട്ടാലും मैं एक दिन आपकी मदद करूंगा. ഞാൻ ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. The mouse got scared and said, please let me go. One day I will help you. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും ഒരു ദിവസം. ആര് പറഞ്ഞു? mouse പറഞ്ഞു. ലയൺ. सिंह हाँ खड़ा और बोला, तुम इतने छोटे हो, मेरी क्या मदद करेंगे? നീ ഇത്ര ചെറുതാണ്, നീ എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യാ? നമുക്ക് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ? കുറച്ച് മുതിർന്ന ആളുകളും കുട്ടികളും ഒക്കെ ആണ് നീ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ചോദിക്കലുണ്ട്. അങ്ങനെ ഒരു കൊളോക്കിലി യൂസ് ചെയ്യുന്ന വാക്കുകളായി മാറിയിട്ടുണ്ട് ഇപ്പൊ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനങ്ങളും ഒന്നും ഒക്കെ റെസ്പെക്ട് ഒക്കെ കുറഞ്ഞത് കാരണം ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും കൂടിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. The lion laughed and said. ചിരിച്ചുകൊണ്ട് പറയാണ്. The mouse got scared and please and let go. One day I will help you എന്ന് പറഞ്ഞു കേട്ടോ. The lion laughed and said, you are small, how will you help me? ചിരിച്ചുകൊണ്ട് പറയാണ് ലയന്, എങ്ങനെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാ? നീ ചെറുതല്ലേ പറഞ്ഞു കളിയാക്കുക. लेकिन फिर उसने चूहे को छोड़ दिया. അങ്ങനെ അവൻ ആരെ വിട്ടുകളഞ്ഞു? എലിയെ വിട്ടുകളഞ്ഞു. But then he let the mouse go. कुछ दिनों बाद, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, शिकारी ने सिंह को जाल में फंसा लिया. जाल നെറ്റിലാണ്. നെറ്റ്, ട്രാപ്ഡ് നെറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അതിനാണ് ജാൽ പറയാം. ഷിക്കാരി പറഞ്ഞാല് ഹണ്ടേഴ്സ് ആണ്, വേട്ടയാടുന്നവർ. A few days later, ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, a hunter trapped the lion in a net. ഒരു നെറ്റിനുള്ളിൽ ട്രാപ്പ് ചെയ്തു. ആരെ?
ലയണിനെ ട്രാപ്പ് ചെയ്തു. सिंह जोर जोर से गरजने लगा. सिंह എന്താ പറയാ? गरजने, roar sounding. The lion started roaring loudly. ഭയങ്കര സൗണ്ടിൽ roar ചെയ്യാൻ. चूहे ने यह सुना और जल्दी से वहां पहुंचा. അപ്പൊ ഇത് ആര് കേൾക്കുന്നുണ്ട്? റോറിംഗ് സൗണ്ട് ആരാ കേട്ടെ? ചെറിയ ചുവ മൗസ് കേൾക്കുന്നുണ്ട്. വേഗം ഓടി വന്നു. उसने अपने छोटे छोटे दांतों से जाल काट दिया. എന്നിട്ട് എന്താ ചെയ്തേ? He cut the net with its tiny teeth. ചെറിയ ചെറിയ ടീത്ത് കൊണ്ട് അത് കടിച്ചു മുറിക്കാൻ തുടങ്ങി. എന്ത് മുറിക്കാൻ തുടങ്ങി? നെറ്റുകളൊക്കെ, ലൈൻ ട്രാപ്പായ നെറ്റുകളൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി. സിംഗ് आजाद हो गया. सिंह आजाद हो गया और बोला. सिंह फ्री आई. धन्यवाद छोटे दोस्त, धन्यवाद छोटे दोस्त. Thank you. The lion was free and said, thank you little friend. Thank you my little friend. अब मैं समझ गया कि छोटा भी बड़ा मददगार हो सकता है. എന്താണ് പറഞ്ഞത്? Now I understand that even small ones can be very helpful. ചെറിയ ആൾക്ക് പോലും വലിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. അപ്പം ഈ സ്റ്റോറി എല്ലാവരും കേട്ട് പരിചയമുണ്ട്. ഇതിന് മോറൽ സ്റ്റോറി എന്ന് വെച്ചാൽ ഇത് സ്റ്റോറീസ് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെക്കാബുലറീസ് വർദ്ധിക്കാം. അതിനു വേണ്ടിയിട്ടാണ് സ്റ്റോറിന്ന് നമ്മൾ ഒരു ക്ലാസ് സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ആയത്. ഓക്കെ, അപ്പൊ ഇതിൽ മോറൽ എന്താന്ന് വെച്ചാല് ഹർ കിസിക്ക് മദത് കർണി ചാഹിയെ. നമ്മള് ആർക്കെങ്കിലും ഒക്കെ ഉപകാരങ്ങൾ ചെയ്യണം. ഓക്കെ, വി ഷുഡ് ഹെൽപ്പ് എവ്രി വൺ. ആർക്കെങ്കിലും ഒക്കെ അല്ല, എല്ലാവരും നമ്മള് ചെറിയ ചെറിയ ഹെൽപ്പ് ആണെങ്കിലും ചെയ്യണം. വെള്ളം എടുത്തു കൊടുക്കാനും, അല്ലെങ്കിൽ പെന്ന് കൊടുക്കാൻ, പെൻസിൽ കൊടുക്കുക, ഇറേസർ കൊടുക്കുക, അങ്ങനെ ചെറിയ കുട്ടികൾക്ക് അതിലായത് ഉണ്ടാവും. വലിയ ആൾക്കാർ ചെയ്യേണ്ടതായത് വലിയ ആൾക്കാർക്ക് ചെയ്യണം. ഓക്കെ, ചോട്ടോ ഹോ യാ ബടാ ഹർ കോയി ജറൂരി ഹോത്താ ഹൈ. ചെറുതായാലും വലിയവരാണെങ്കിലും എല്ലാവരും ആവശ്യക്കാരാണ്, അല്ലെ? വെദർ ബിഗ് ഓർ സ്മോൾ, എവ്രി വൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും അവനവന്റെ ലൈഫിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഇന്നത്തെ ക്ലാസ് ഈ ഒരു ചെറിയ സ്റ്റോറിയോട് കൂടി അവസാനിപ്പിക്കുകയാണ്. ധന്യവാദ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.